ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ ഞാൻ. അപ്പം കുറേ ദിവസമായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് പറ്റിയത്. ഇപ്പോൾ ഏറെക്കുറെ കറക്റ്റ് ഒരു മാസം ആവാൻ പോകുന്നു. ഈ മാസം 10-ാം തീയതി ആകുമ്പോഴത്തേക്കിനും ഒരു മാസം തികയുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് ഊഹം കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ഗൈസ്, ഞാൻ ഇന്നെൻ്റെ ആക്സിഡൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെളിയിൽ കൂടെ ഏതൊക്കെ വണ്ടി പോകുന്നുണ്ട്, പറ സൗണ്ടുകൾ ഇതിനകത്തോടൊക്കെ കയറി വരുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എന്നെ വളരാൻ ആരും അങ്ങോട്ട് അനുവദിക്കുന്നില്ല എന്ന് മുളയിലെ നുള്ളി കളയുക. അത്രയ്ക്ക് വെറുപ്പിക്കലാന്ന് തോന്നുന്നുണ്ട് ഞാൻ. സോ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ചെറിയൊരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു ഗൈസ്. അധികം പരിക്കുകളൊന്നും പറ്റിയില്ല എന്നൊക്കെ നമ്മൾ അനുമാനിക്കുന്നു. കാരണം വണ്ടി ആയതുകൊണ്ട് പിന്നെ ആർക്കും ജീവന് ഭീഷണിയൊന്നും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അന്ന് ഒരു ചൊവ്വാഴ്ച ദിവസം രാത്രി ഞങ്ങൾ ശൂരനാട് ഒക്കെ പോയിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ ശൂരനാടൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് എങ്ങനെ ഇരിക്കുവാണ്. നല്ല ടയേർഡാണ്, കാരണം 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഫുള്ള് ട്രാവലൊക്കെ ചെയ്ത് വെയിലൊക്കെ കൊണ്ട് നാശമായിട്ടിരിക്കുവാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി 4 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും. തിരിച്ച് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനുമാണ് കോട്ടയംകാരനായ എൻ്റെ ഒരു സുഹൃത്ത്, അതാ ഗൈസ് പുള്ളിക്കാരൻ വരികയാണ്. അവനിവിടെ കല്ലമ്പലത്ത് എന്തോ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. ശരി, വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളെ വിളിക്കുകയാണ്. കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നു, ആടാ ഞാനിങ്ങനെ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഫ്രീ ആണോ എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 3-4 പേരുണ്ടല്ലോ, അതിൽ ഒരാൾ പറഞ്ഞു, എങ്കിൽ വരൂ നമുക്ക് വർക്കല പോകാം. പുള്ളിക്കാരി ഇതുവരെ നാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് പോയില്ലെങ്കിൽ നമുക്ക് പോകാം എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അവനും പറഞ്ഞു, എങ്കിൽ ഓക്കെ ശരി വാ നമുക്ക് പോകാമെന്ന് പറയുന്നു. പുള്ളിക്കാരൻ ഇങ്ങോട്ടത്തേക്ക് വരുവാണ്, വീട്ടിലത്തേക്ക് വരുവാണ്. അപ്പോൾ സമയം ഏകദേശം 10 മണിയോളം ആയിരുന്നു. 10 മണിയായി. 8, 9, 10 ആ ഒരു സമയം, ആ ഒരു സമയത്തിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ വരുന്നു. അപ്പോൾ എനിക്ക് മൈൻഡില്ല, ഞാൻ ഡബിൾ മൈൻഡായിട്ട് നിൽക്കുവാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഞാൻ വരുന്നില്ല, ഞാനൊരു മൂവിയൊക്കെ കാണാനുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുവാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ചേച്ചി കൂടെ വാ, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ നെഗറ്റീവ് അടിച്ചത് കൊണ്ട് എനിക്കൊരു ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ ജസ്റ്റ് അവർ വിളിച്ചതല്ലേ, കാരണം ഞാൻ വിളിച്ചാൽ അവരെൻ്റെ കൂടെ വരുന്നതാണ്. സോ അവർ വിളിക്കുമ്പോൾ ഞാൻ പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ കൂടെ പോവുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടു, നമ്മൾ വണ്ടിയിൽ കയറുന്നു. വണ്ടി ഏതായിരുന്നു എന്ന് ഞാൻ പറയാം, വെയിറ്റ് ചെയ്യും. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ അവൻ എന്തോ 1-2 കോളൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ട് നമുക്ക് കുറച്ച് ഡെസ്പാർട്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതിന് മുന്നേ ഞങ്ങളൊരിക്കൽ പോയായിരുന്നു, വർക്കല പോയിട്ട് നൈസായിട്ടൊന്ന് ചില്ലടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നു. അപ്പം എല്ലാവരും ഞങ്ങളോട് ചോദിച്ച ചോദ്യം, കുടിച്ചിട്ടുണ്ടായിരുന്നോ, ഞങ്ങൾ ലഹരിയുടെ മധ്യത്തിലായിരുന്നു എന്ന് പലരും ചോദിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും ചോദിച്ചു. പക്ഷേ അതൊന്നും അല്ല, ഞങ്ങളെല്ലാവരും പച്ചയ്ക്ക് നോർമലായിട്ടാണ് ഇരുന്നത്. ഉറക്കമില്ലായ്മ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങളാരും വേറെ വകതിരിവുകളൊന്നും കാണിച്ചിട്ടില്ല. സോ എങ്കിൽ ശരി നമുക്ക് പാട്ടിടാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, കാറിൽ ബ്ലൂടൂത്ത് ഓണാക്കി. ഞാനാണ് പാട്ടിടുന്ന ആൾ. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നോക്കുവാണ്, സെർച്ച് ചെയ്യുവാണ് പാട്ട്. അപ്പോൾ ആദ്യം ഒന്നും കണക്റ്റ് ആവായിരുന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാനത് ഓഫാക്കാം, എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പം ശരി നീ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് ഒന്നുകൂടെ ഓണാക്കിയപ്പോഴത്തേക്ക് എനിക്ക് കണക്റ്റ് ആയിട്ട് ഞാനിങ്ങനെ തപ്പുക, ഏത് പാട്ടിടാന്ന് പറഞ്ഞ് തപ്പി വിദ്യാ ബോക്സിൻ്റെ ഏലേലേലേലേലേലേലോ ആ സോങ് കിട്ടി. എങ്കിൽ അത് പ്ലേ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ അതങ്ങോട്ട് പ്ലേ ചെയ്തപ്പോഴത്തേക്കിനും വണ്ടിക്ക് വാക്കില്ലാത്തൊരു ഇടച്ചിൽ. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ഈ മൂവിക്കകത്തൊക്കെ നമ്മൾ ഒരു ആക്സിഡൻറ്റ് സീൻ കാണിക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു സാധനം ഫീൽ ചെയ്യത്തില്ലേ? അതായത് ഇങ്ങനെ ആ കാറിങ്ങനെ സ്പീഡിന് പോകുന്നു, ഒരു മതിലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ അല്ലെങ്കിൽ വേറെ വണ്ടിയിലോ എന്തെങ്കിലും ചെന്ന് ഇടിക്കുന്നു. അപ്പോൾ ഇടിക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു സൗണ്ട്, ആ സമയത്ത് നമുക്ക് മനസ്സിനകത്തൊരു സാധനം, നമുക്കൊരു ഇടി കിട്ടുമല്ലോ, അത് ഞാനന്ന് ശരിക്കും ഫീൽ ചെയ്തു. ഞാൻ മൂവീസിനകത്തൊക്കെ കണ്ടാൽ പോലും എനിക്കതൊരു ഭയങ്കരമായിട്ട് ഒരു മനസ്സിനൊരു താളം തെറ്റൽ ഒക്കെ എനിക്ക് സംഭവിക്കാറുണ്ട്. ആ ഒരു സാധനം ഞാൻ ശരിക്കും അത് റിയലൈസ് ചെയ്തു. എനിക്കത് ഫേസ് ചെയ്തു. ഞാൻ എങ്ങനെ അതിൽ നിന്ന് തിരിച്ചു കയറി ഓവർകം ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ശരിക്കും നല്ല രീതിക്ക് പേടി തട്ടി കേട്ടോ അതിന് ശേഷം. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ സീറ്റിലെന്നാൽ ഞാൻ നല്ല ഉള്ളിൽ ഇരുന്നത്. നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി ഇരുന്ന് ആ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ അവിടെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് വലിയ ഷോയിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഫോണിൽ തോണ്ടുവാണ്.
എന്നിട്ട് 3 നോക്കിയപ്പോഴത്തേക്കിന് സംഭവം വണ്ടി പോയി മതിലിടിക്കുന്ന മതിലിങ്ങനെ ആണ് കാണുന്നത്. കറക്റ്റ് ആ കണ്ണിനകത്തൂടെ ഇങ്ങനെ മതിലിങ്ങനെ കയറി പോകുന്നു. ഞാൻ നേരെ ചെന്ന് ഫ്രണ്ടിലിടിക്കുന്നു. അപ്പം ഫ്രണ്ടിലിരുന്ന കുട്ടിയും അതുപോലെ തന്നെ തിരിഞ്ഞിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. ഓൾറെഡി അവളുടെ സീറ്റ് മുന്നോട്ടാണ് ഇരുന്നത്, അവൾ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുന്നു. അപ്പം ഈ വണ്ടി ഇടിച്ച സമയത്ത് പുള്ളിക്കാരുടെ ഫേസ് പോയിട്ട് ഡാഷ്ബോർഡിൽ ഇടിച്ചു. ഡാഷ്ബോർഡിൽ ഇടിച്ചതിന് ശേഷമാണ് മറ്റേ ആ സോനോഗ്രാഫി എന്തോ എന്ന് പറയുന്നത് എയർ ബാഗൊക്കെ പൊങ്ങി വരുന്നത്. അപ്പം ഞങ്ങൾ പോയത് അത്യാവശ്യം കുറച്ച് സ്പീഡിലാണ്. ഞങ്ങൾ ഇവിടുന്ന് വർക്കലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വഴി അറിയത്തില്ല. സോ മാപ്പ് ഇട്ട് പോയി. പോയ വഴിക്ക് ഏതോ ലെഫ്റ്റോ റൈറ്റോ തിരിയേണ്ടടുത്ത് ഞങ്ങൾ മാറി തിരിഞ്ഞു, വേറെ ഏതോ റോഡ് കയറിപ്പോയി. അങ്ങനെ എങ്കിൽ ശരി ഇപ്പുറത്ത് കൂടെ കറങ്ങി. അപ്പം ഗൂഗിൾ അമ്മച്ചി അങ്ങനെയാണല്ലോ, കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ വേറെ വഴിയുണ്ട് മക്കളെ, ഇതിലേ കൂടെ പോകാമെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം അങ്ങനെ പോയ വഴിക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ വെച്ച് വിട്ട് പോവുകയാണ്, ഒരു ചെറിയ റോഡ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സ്ട്രെയിറ്റ് ആയിരിക്കും എന്നുള്ളൊരു സാധനത്തിൽ കുറച്ച് സ്പീഡിലാണ് പോയത്. അപ്പോൾ പോയി ഇങ്ങനെ അതിപ്പോൾ അത് ചെന്നിട്ട് വളവാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കണം. അങ്ങ് ചെന്നതിന് ശേഷമാണ് അത് വളവാണെന്ന് അറിയുന്നത്. ഞങ്ങൾ സ്ട്രെയിറ്റ് റോഡ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആ ഒരു ഇമാജിനേഷനിൽ ഇങ്ങനെ പോകുന്നു. നേരെ ആ വളവിൽ നിന്നൊരു ആംബുലൻസ് കയറി വരുന്നു. ഈ ആംബുലൻസിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി വെട്ടിക്കുന്നു. വെട്ടിച്ചപ്പോൾ ഇപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോമർ, അതിലിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ചപ്പോഴത്തേക്കും, കാരണം സ്പീഡും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ആംബുലൻസിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ചപ്പോൾ എന്ത് നമ്മൾ കണ്ടു? ട്രാൻസ്ഫോമർ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ മതിലിൽ കൊണ്ടുവന്നങ്ങ് ഇടിച്ച് ചാർത്തി. അപ്പം ഇടത്തെ സൈഡിലിരുന്ന് എനിക്കും അവക്കുമാണ് നല്ല രീതിക്ക് പണി കിട്ടിയത്. വലത്തെ സൈഡിലിരുന്നവർക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഫ്രണ്ടിലിരുന്ന അവന് വന്നിട്ട് അതുപോലെ ഓടിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരന് വന്നിട്ട് ഫേസിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടോ കൈ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുമോ എന്തോ ചെയ്തതിൻ്റെ ഇതിൽ അവന് ഇടി കിട്ടിയിട്ട് ഷോൾഡറിൻ്റെ എല്ലിന് ചെറിയ പ്രശ്നമുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അവനിതുവരെ ഓക്കെ ആയിട്ടില്ല, ട്രീറ്റ്മെൻറ്റിലാണ്. പിന്നെ എനിക്ക് നെറ്റിപ്പോയി ആ സീറ്റിൻ്റെ അതിലൊരു കമ്പി ഉണ്ടായിരുന്നു, അതിൽ പോയി ഇടിച്ചിട്ട് ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ വരെ കുഞ്ഞ് സ്റ്റിച്ചാണ്, എന്നാലും ഒരു 8 സ്റ്റിച്ച് അവർ ഇട്ടിട്ടുണ്ട്. 2 ലെയറായിട്ടാണ്. അകത്തൊരു സെക്ഷൻ, മുകളിലൊരു സെക്ഷൻ. ഇപ്പോഴും സൂക്ഷിച്ചു നോക്കിയാൽ ഇതേണ്ട കാണാമോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, ആ ത്രെഡിൻ്റെ ഇത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ പോയി നമ്മൾ ഇടിച്ചല്ലോ, എൻ്റെ തല ഇടിച്ചു, നെറ്റി ഇടിച്ച് കയ്യിരുന്ന ഫോണൊക്കെ തെറിച്ചു. എൻ്റെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും പോയി. പണ്ടാറടങ്ങാനെ കൊണ്ട് എൻ്റെ ഐഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 2 ചെറിയ ഡോട്ട് ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് അതിങ്ങനെ വന്നിട്ടുണ്ട്. അതിന് എപ്പോൾ സ്പ്രെഡായി ഫുള്ളാവുന്നു അപ്പോഴത്തേക്കും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നതായിരിക്കും. അങ്ങനെ ഫോൺ കയ്യിൽ നിന്ന് തെറിച്ച് പോയി. ഞാൻ തിരിച്ചു വന്നു, എൻ്റെ തല ബാക്കിൽ പോയി ഇടിച്ചു. ഈ കൈയുടെ ഭാഗം ഇങ്ങനെ സൈഡിൽ ഡോറിൻ്റെ അവിടെ എന്തോ ആണെന്ന് തോന്നുന്നു ഇടിച്ചു. ഈ ഹിപ്പിൻ്റെ പോർഷൻ ബാക്കിൽ ആ ചെയർ ഇരിക്കുന്ന നമ്മുടെ ബാക്ക് സീറ്റ് ഉണ്ടല്ലോ അവിടെ ഇടിച്ചു. ഫുൾ ഇടി കിട്ടി, നല്ലൊരു ഇടി കിട്ടി ഇട്ടിച്ച് തിന്നു. അങ്ങനെ ആ പോയ ആംബുലൻസ് തന്നെ തിരിച്ചു വന്നു. അല്ല, സിനിമയിൽ പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവത്തില്ല ഒരു ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിലൊരു ആംബുലൻസ് വരുന്നത്. അജാതി സീനായിരുന്നു. ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫ്രണ്ടിലിരുന്നോളം അവൾ എന്നെ സ്വന്തമായിട്ട് ഡോർ തുറന്ന് വെളിയിറങ്ങുന്നു. ഞാൻ തന്നെയാണ് പിന്നെ ആ ഫ്രണ്ടിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് വെളിയിലിറങ്ങുന്നത്. അപ്പോഴത്തേക്കിനൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ 11-12 പേരൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ആക്സിഡൻറ്റ് നടക്കാറുണ്ട്. ഞങ്ങളുടെ ആക്സിഡൻറ്റ് നടക്കുന്നതിന് 2 ദിവസം മുന്നേയും അവിടെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച വണ്ടി വന്നിട്ട് ഥാറായിരുന്നു, മഹീന്ദ്ര താർ. അപ്പം ആ വണ്ടി അതായതുകൊണ്ടും ആ ഫ്രണ്ടിൽ അത്ര ഇതുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിലേക്ക് വണ്ടിയിൽ ഇരുന്നവർക്ക് അധികം ഒന്നും സംഭവിച്ചില്ല. ആ ഇടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടപ്പോ എന്നുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഈ കരിഞ്ഞ സ്മെല്ല് വരുമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ നല്ല പാനിക്കായി. ഞാൻ വിചാരിച്ചു ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഇത് തീ പിടിക്കും പോലെ പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു ടെൻഷനായിപ്പോൾ. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഞാൻ നല്ല രീതിക്ക് പാനിക്കായി. അങ്ങനെ ചാടി വെളിയിറങ്ങിയപ്പോഴത്തേക്കും ഉണ്ട് ആ പോയ ആംബുലൻസ് അങ്ങനെ പിൻഡോർ തുറന്നിട്ട് വരൂ സ്വാഗതം എന്നും പറഞ്ഞ് അവർ നിൽക്കുവാണ്. പിന്നെ വേറെ ഒന്നും ഓപ്ഷനില്ല. വെളിയിലിറങ്ങിയിട്ട് ആ ഫ്രണ്ടിൽ ഇരുന്നോളം മുഖം കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ല സങ്കടം വന്നു. അവളെ ഫേസ് ഓൾറെഡി സ്കിന്ന് നല്ല സെൻസിറ്റീവാണ്. അപ്പോൾ ഈ ഇടിയും കൂടെ കിട്ടിയപ്പോഴത്തേക്കും ഫുള്ള് ചതഞ്ഞിട്ട് മുഖം ഫുള്ള് റെഡായി, കണ്ണിൻ്റെ ഇവിടെയൊക്കെ കയറി അങ്ങ് നീരടിച്ച് ഫുള്ള് ഡാർക്കായിട്ടിരിക്കുമായിരുന്നു. കാരണം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പം ആ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാതെ റീച്ച് കയറിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോയാണ്. അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ വീഡിയോ ഞാൻ എന്തായാലും ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു അത്. അങ്ങനെ നേരെ ഞങ്ങൾ കയറി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കിനും അതിലും വലിയ കോമഡി. അവിടെ നിൽക്കുന്നത് ഫുൾ ഇൻറ്റേൺഷിപ്പിലൊക്കെ അവിടെ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്ന ആൾക്കാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും വന്നിട്ട് നമ്മുടെ ചുറ്റിനും നിന്നിട്ട് ഈ ലേലം വിളിക്കുന്ന പോലെ ബുക്കും പേപ്പറും എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോ തവണ ഒരു 10 പേര് വന്ന് 10 പ്രാവശ്യം നമ്മളോട് പേര് ചോദിക്കുന്നു. അത് ഒക്കെ പ്രൊസീജിയേഴ്സ് ആണ്. എന്നിരുന്നാലും നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി.
അങ്ങനെ പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ സുഹൃത്തിന് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല, അവൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ എവിടെ പോയാലും ഒരു കൊലയായിട്ടാണ് പോകുന്നത്. അന്ന് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ കയറി ഇരുന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അവൾ കൂടെ എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര പേടിയാണ് അവൾക്ക്. അവൾ കൂടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അവൾ സ്പോട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് അവൾ മരിച്ചേനെ. അജാതി സാധനമാണ് അവൾ. സോ അവൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവൾ വന്ന് ഞങ്ങൾക്ക് ബൈസ്റ്റാൻഡറായിട്ട് ആരെങ്കിലും വേണമല്ലോ. അങ്ങനെ പുള്ളിക്കാരി അവളെ പെട്ടെന്ന് എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹെഡ് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തു. എല്ലാവർക്കും സ്കാൻ ചെയ്തു. തല സ്കാൻ ചെയ്തു. പിന്നെ എനിക്ക് കൈ നല്ലൊരു ഇടി കിട്ടിയിട്ട് നോക്കാനും മടക്കാനും വയ്യാതിരിക്കുന്നത് വല്ല പൊട്ടലും വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്ത് നോക്കി. അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളായിരുന്നു. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ട്രിപ്പൊക്കെ ഇട്ട് ഞാൻ എനിക്ക് ട്രിപ്പ് വേണ്ടെന്ന് പറഞ്ഞു. അത്രയും സംഭവിച്ചിട്ട് ഒന്ന് കരഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. കരയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ പേടിയുടെ ഇടയ്ക്ക് കരയാനങ്ങ് മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ എന്തായിരുന്നാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പിന്നെ അതിലും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറയട്ടെ, ഈ ഇടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ ഇരുന്നിട്ട് ഞാനിങ്ങനെ പതുക്കെ തല ഇങ്ങനെ നൂത്തപ്പോഴത്തേക്കിനുണ്ട് എന്തോ ഒരു ചൂട്. നമുക്കിങ്ങനെ നല്ല വിയർത്തിരിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ വിയർപ്പൊലിച്ച് ചേരത്തില്ലേ, അതുപോലെ നല്ല ചൂട്, കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ വെള്ളം ഒലിയും. ഞാൻ ഇവിടെ നിന്നൊക്കെ ചൂട് ഞാൻ വിചാരിച്ച് പേടിച്ചിട്ട് വിയർപ്പൊലിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നേരെ ഒലിച്ച് വന്ന് വായിക്കകത്തോട്ട് കയറി. അപ്പോൾ വിചാരിച്ചത് എന്തോ ഇപ്പം ഒരു ടേസ്റ്റ് വ്യത്യാസം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോഴാണ് അറിയുന്നത് നെറ്റി പൊട്ടിയിട്ടുണ്ട്. അപ്പോഴേ ഞാനിങ്ങനെ അനൗൺസ് ചെയ്യുകയാണ് എൻ്റെ തല പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അനൗൺസ്മെൻറ്റും ചെയ്തു. അങ്ങനെ വെളിയിൽ ചാടി ഇറങ്ങി ടക്കന ഹോസ്പിറ്റലിൽ പോയി എല്ലാം കഴിഞ്ഞു. അന്നത്തെ ദിവസം വലുതായിട്ടൊന്നും അറിഞ്ഞില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കടുത്ത് ഇടി കിട്ടിയതെല്ലാം കൂടെ വേദന എടുത്തിട്ട് എണീക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. അനുഭവിച്ച് ചീട്ട് വാങ്ങിച്ചു ഒരാഴ്ച. പിന്നെ മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും സ്റ്റിച്ചിട്ടേക്കുമല്ലേ, അപ്പോൾ അതിങ്ങനെ നീര് കയറി കണ്ണ് ഫുള്ള് ക്ലോട്ടായി അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത്രയും നാൾ ഞാൻ കാത്തു സൂക്ഷിച്ച് എൻ്റെ മുഖത്തിനൊന്നും വരരുതേ എന്നും പറഞ്ഞ് തലയ്ക്ക് മുഖത്ത് തന്നെ കിട്ടി. അതും പിരികത്തിൽ അതൊരു ഇതായിട്ട് കിട്ടി. പിന്നെ വലിയ സീനില്ലാന്ന് തോന്നുന്നു. സ്റ്റിച്ച് ഫുള്ളായിട്ട് ഇളക്കിയിട്ട് വന്നതിൻ്റെ അന്ന് ഞാൻ കരഞ്ഞു. എനിക്ക് കാരണം കണ്ടപ്പോൾ നല്ല വിഷമം വന്നു. ഈ ഒരു അവസ്ഥയായല്ലോ എന്നൊരു സാധനം തോന്നിപ്പോയി. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി. പിന്നെ കൂട്ടത്തിൽ ആളുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ഇതിലങ്ങ് ഇരുന്നു. ഇല്ല ഒറ്റയ്ക്കായിരുന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും നന്നായിട്ട് നമ്മൾ സാഡ് അടിച്ചതിനെ ബാഡ് ആയതിനേമായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആക്സിഡൻ്റ് വിശേഷം എന്ന് പറയുന്നത്. സോ ഞങ്ങളുടെ റിക്കവറി ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവുക. അത് ഒരുപാട് സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുക. വളവും തിരിവുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി ഓടിക്കുക. പിന്നെ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അറിയാത്ത സ്ഥലം, പരിചയമില്ലാത്ത റോഡൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ കെയർഫുള്ളായിട്ട് തന്നെ വണ്ടി ഓടിക്കുക. കൂടെ ഇരിക്കുന്നവർ അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുക. ഞങ്ങൾ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഞങ്ങൾക്ക് നല്ല ആരുടെയൊക്കെയോ ദുഷിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല ശത്രുക്കളുണ്ട്. ഇനി ഒരു ശത്രു സംഹാര പൂജ ചെയ്യണം, ഹോമം വേണം. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 1-2 അമ്പലത്തിലൊക്കെ പോയി. കുഴപ്പമില്ലാതെ ഇങ്ങനെ സില്ലാതൊക്കെ ഇരിക്കുന്നു. വലിയ അമ്പലവിശ്വാസിയൊന്നും അല്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒരു ഇത് തോന്നിയാൽ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. നാട്ടിൽ 1 വർഷത്തിന് ശേഷം നാട്ടിൽ ഞാൻ അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം, കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് വന്ന ഞാനാണ്. അവസാനം ഇപ്പോൾ പവനായി, ശവമായി, ഫുള്ള് റൂമിലും വീട്ടിലും ഒക്കെ തന്നെ ഇരിപ്പായി. പിന്നെ ഇപ്പോൾ പുറത്തിറങ്ങണം എന്നുള്ളൊരു സാധനമേ നഷ്ടപ്പെട്ടു. ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് മൊത്തത്തിൽ ശോകമായിട്ടിരിക്കുവാണ്. ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വേറെ എന്തെങ്കിലും പുതിയ വിശേഷവുമായിട്ട് വരുന്നത് വരേക്കും. ബൈ.